കഴിഞ്ഞ ദിവസം നമ്മൾ കാസ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര ചിന്താഗതിക്കെതിരെ ഒരു കാര്യം പറഞ്ഞിരുന്നു. തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസയെയും വഖഫ് ബില്ലിനെ പിന്തുണച്ച KCBCയും അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കാത്തോലിക്ക വൈദികൻ ഫാദർ അജി പുതിയ പറമ്പിൽ. റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അജി പുതിയ പറമ്പിൽ കാസക്കെതിരായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, നമുക്കത് പരിശോധിക്കാം. മുസ്ലിം വിദ്വേഷം അജണ്ടയാക്കിയ കാസ പോലുള്ള സംഘടനകളുടെ വളർച്ച ഞെട്ടിക്കുന്നതാണ്. നേരത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടായതാണ്. പെസഹ വ്യാഴ ദിനത്തിൽ ക്രിസ്തു അവിടുത്തെ ജനങ്ങളുടെ കാൽ കഴുകി. അന്നത്തെ സാധാരണക്കാരുടെ ശിഷ്യന്മാരുടെ കാലാണ് യേശു കഴുകിയത്, അല്ലാതെ അധികാരികളുടെ കാലല്ല കഴുകിയത്. യേശു പറഞ്ഞതെല്ലാം സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ്. ഭരണവർഗത്തിൻ്റെ കാലു കഴുകിയില്ല. ഒരു കൽപ്പനയെ യേശു തന്നുള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ സ്നേഹിക്കണം എന്നല്ല, മനുഷ്യർ പരസ്പരം സ്നേഹിക്കണമെന്നാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വെറുക്കുന്നവർ കൊലപാതകിയാണെന്ന് പറയുന്നുണ്ട്. അതായത് വെറുക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊലപാതകത്തിന് പ്രേരിപ്പിക്കലാണ് എന്ന്. അപ്പോൾ ക്രിസ്ത്യാനികൾ ആരെയും വെറുപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കത്തോലിക്ക സഭ ഇവിടെ ഒരുക്കിയ ആശുപത്രി, സ്കൂൾ, വികസനം, മറ്റു നേട്ടങ്ങളും സൗകര്യങ്ങളും ആർക്കും നിഷേധിക്കാനോ വിസ്മരിക്കാനോ ആകില്ല. നമ്മളിതെല്ലാം കൊടുത്തു, വിദ്യാഭ്യാസം എല്ലാം കൊടുത്തു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സംസ്കാരവും വളർത്തിയെടുത്തു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വൈദികൻ ഇടപെട്ടാൽ സമാധാനത്തിൻ്റെ പാതയിൽ തീരുമാനമാകും. മുമ്പ് അച്ഛന്മാർ ഏത് പ്രശ്നവും പരിഹരിക്കും, അത് പൊതു തീരുമാനമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. കാസ പോലുള്ള ഗ്രൂപ്പുകൾ മുസ്ലിം വിദ്വേഷം അജണ്ടയാക്കി സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു സമൂഹത്തെ വെറുത്ത് എങ്ങനെ മുന്നോട്ട് പോകും? ഇത് വളരെ പ്ലാൻ ചെയ്ത് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി ഞെട്ടിക്കുന്ന രീതിയിലാണ് കാസയുടെ വളർച്ച. ഹിറ്റ്ലർ ഒന്നാം മഹായുദ്ധത്തിന് ശേഷമാണ് പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ 10 വർഷം കൊണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ പാർട്ടിയായി അദ്ദേഹം അവിടെ ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തി. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്താണ്? വെറുപ്പായിരുന്നു. നമ്മുടെ തകർച്ചയ്ക്ക് കാരണം ജൂതന്മാരാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്, മറ്റുള്ളവരാണ് എന്നെല്ലാമാണ് പ്രചരിപ്പിച്ചത്. ഈ 3 പേരെയും ചൂണ്ടിക്കാട്ടിയാണ് ഹിറ്റ്ലർ പ്രചാരണം നടത്തിയത്. നമ്മുടെ പട്ടിണിക്ക് കാരണം ജൂതരാണ്, നമ്മളുടെ പരാജയത്തിന് കാരണം ജൂതരാണ്. ഇങ്ങനെ ജൂതവിദ്വേഷം പ്രചരിപ്പിച്ച് ഹിറ്റ്ലർ ജർമ്മനിയുടെ ഹീറോയായി. രാഷ്ട്രീയമായി അധർമ്മത്തിലൂടെ ജയിക്കാൻ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വഴി വെറുപ്പ് വിതക്കലാണ്. അതിനാദ്യം ശത്രുവിനെ ഉണ്ടാക്കണം, ശത്രുവിൽ ഭയം തോന്നിക്കണം. അപ്പോൾ ഹിറ്റ്ലർ പറയും പോലെ നമ്മുടെ സ്വത്ത് തട്ടിയെടുക്കും, നമ്മെ ആക്രമിക്കുമെന്ന് പ്രചരിപ്പിക്കും. ഈ വിധത്തിലാണ് ഇവരുടെ ആശയം മുന്നോട്ട് പോകുന്നത്. ഞാൻ കരുതിയത് അവരുടെ ആശയത്തിന് സ്വീകാര്യത കിട്ടില്ല എന്നാണ്. എന്നാൽ കണക്ക് കൂട്ടൽ അനുസരിച്ച് മിക്കവാറും എല്ലാ വീട്ടിലും കാസ പോലുള്ള കാര്യങ്ങളെ അനുകൂലിക്കുന്നവർ ഉണ്ടെന്നത് ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വഖഫ് നിയമത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ KCBCക്ക് ഹിമാലയൻ മണ്ടത്തരം പറ്റിയത്. ഇത്രയും വലിയ രാഷ്ട്രീയ പിഴവ് പറ്റിയത് ഇത്തരത്തിലുള്ളവർ കൊടുക്കുന്ന ഉപദേശം കൊണ്ടാണ്. ഈ ഉപദേശം കൊണ്ട് മറ്റെല്ലാം മറന്ന് ഇതുപോലെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. വെറുപ്പിനുള്ള കാരണങ്ങൾ ഇന്ധനമാക്കുന്നുവെന്നും അജി പുതിയ പറമ്പിൽ കൂട്ടിച്ചേർത്തു. നേരത്തെ വഖഫ് നിയമത്തെ പിന്തുണച്ച KCBC നടപടിയെ പരസ്യമായി വിമർശിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിപ്പും പങ്കുവച്ചിരുന്നു. വഖഫ് ബില്ലിനെ പിന്തുണക്കണമെന്ന് MP-മാരുടെ KCBC ആവശ്യപ്പെട്ടത് വിഭജന ഫോർമുലയ്ക്ക് ഒപ്പം നിൽക്കുന്നത് പോലെയായി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. Waytonikah.com, the exclusive Muslim matrimonial site.